പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തില് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 50:15 വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് കേട്ടോ. ആ വചനം ഇപ്രകാരമാണ്: അനന്തകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മനോഹര വചനം. 3 ഭാഗമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലുള്ള അനന്തകാലം, പ്രയാസത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വലിയ അഗ്നിഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്തു ചെയ്യും? കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, എന്നെ മോചിപ്പിക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യും. ഉത്തരം അരുളുമെന്ന് പറയുമ്പോൾ വലിയ തരത്തിൽ കർത്താവ് ഇടപെടും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ കർത്താവ് പ്രവർത്തിക്കും. മറക്കരുത് പ്രിയമുള്ളവരെ, അനന്തകാലത്ത് പ്രയാസത്തിൻ്റെ സമയത്ത് നാം ദൈവത്തെ വിളിക്കണം. ദൈവം പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കും, മോചിക്കും, എനിക്ക് ഉത്തരമരുളും. എങ്ങനെ? വലിയ തരത്തിൽ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിൽ ദൈവം പ്രവർത്തിക്കും. ധ്യാന കേന്ദ്രങ്ങളും മറ്റ് ശുശ്രൂഷാ മേഖലകളും നാം കാണുന്നത് എങ്ങനെയാണ്? ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നും. ദൈവമേ, നീ ഇത്രമാത്രം അത്ഭുതം ചെയ്യുന്നുവല്ലോ. ഇപ്പം ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന ഞങ്ങളുടെ കപ്പൂച്ചൻ ആശ്രമത്തിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നതാ. ഒരാഴ്ച മുന്നേ വടക്കാഞ്ചേരി കൺവെൻഷനിൽ അപ്പോൾ ഒരു സഹോദരിക്ക് കൗൺസിലിംഗ് നടത്തുകയാണ്. ആ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ കൗൺസിലർ പറഞ്ഞു, ദൈവം നിങ്ങൾ കുഞ്ഞിനെ തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ പ്രസവം നിർത്തിയതാ. പക്ഷേ പ്രിയമുള്ളവരെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മകള് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിശയം, പ്രസവം നിർത്തിയ മകൾക്ക് 2 കുഞ്ഞുങ്ങളെ, ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. അതാണ് പ്രിയമുള്ളവരെ. ഉടനെ തന്നെ ആ പള്ളിയിലെ വികാരിയച്ഛൻ ആ സഹോദരി പറഞ്ഞു, നേരെ ഗാവുൽത്തായി വന്ന് പിന്നെ അച്ഛനെ കണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ. വൈദ്യശാസ്ത്രം പറഞ്ഞാണെങ്കിലും എന്താണെങ്കിലും പ്രിയമുള്ളവരെ, ദൈവം അത്ഭുതം ചെയ്യും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നു, എന്തുമായിക്കോട്ടെ, കർത്താവ് പ്രവർത്തിക്കുന്നത് വലിയ രീതിയിലാണ്, ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഒരു കാര്യം മറക്കരുത്, ഒരു പരസ്പര ബന്ധമാണ്. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ഈശോയുടെ പക്കലേക്ക് പറയുമ്പോൾ ഈശോ എന്നെ അനുഗ്രഹിക്കും. ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ കർത്താവ് നടത്തും. മറക്കരുത് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ തമ്പുരാന് മാത്രമേ സാധിക്കുള്ളൂ. എങ്കിലും ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ ജീവിതത്തിലും വലിയ പ്രവൃത്തി നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക തരത്തിൽ വലിയ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാക്ഷിയായി ഈശോ മഹത്വപ്പെടുത്താൻ തക്ക തരത്തിൽ ഒരു പ്രവൃത്തി കർത്താവ് നിന്നിൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് നിന്റെ ജീവിതത്തിൽ വലിയ വിഷമതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയെന്നും കർത്താവ് നിന്നെ കൈപിടിച്ച് ഉയർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. മറക്കരുത്, നിന്നെ സ്പർശിക്കുന്ന കർത്താവ് മറ്റനേകരെ സ്പർശിക്കുന്ന തക്ക തരത്തിൽ നീ ദൈവത്തിന് നിമിത്തമായി മാറണം, ദൈവത്തിന് സാക്ഷിയായി മാറണം. പ്രൈസ് ദി ലോർഡ്.